അസ്സലാമലൈക്കും. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോണത് ക്യാരറ്റ് ഹൽവയാണ്. അതിന് ഞാനൊരു 1/2 കിലോ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് കുക്കറിൽ ഗ്രേറ്റ് ചെയ്തിട്ട് അതിലിട്ട് 3 വിസിൽ വരെ അടിച്ചിട്ടുണ്ട്. എന്നിട്ടത് തുറന്നു നോക്കിയപ്പോൾ നല്ലോണം വെന്തുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഒരു 4-5 സ്പൂണ് പഞ്ചസാര ഞാൻ ചേർത്തു. എന്നിട്ട് നല്ലോണം ഇളക്കി ഒരുവിധം വറ്റി വന്നപ്പം ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. കുക്കറിലിടുമ്പോൾ നല്ലോണം വറ്റി വന്നപ്പോൾ അതൊരു വേറെ ചട്ടിയിലേക്ക് മാറ്റി. എന്നിട്ട് അത് മൂടോളം പാലൊഴിച്ചു. 1/2 കിലോ ക്യാരറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് മുഴുവനായിട്ടും പാലൊഴിച്ചിട്ടുണ്ട്. നല്ലോണം ഇളക്കി കുറേ നേരം ഇട്ടിട്ട് അടുപ്പത്ത് ഇങ്ങനെ വേവിക്കണം. അപ്പോഴാണ് അതൊന്ന് വറ്റി വരിക. പെട്ടെന്ന് വേണമെന്ന് വിചാരിച്ച് ഒരിക്കലും നടക്കില്ല. എങ്ങനെയാലും ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ മെനക്കെടണം. എല്ലാ അലുവ ഉണ്ടാക്കുന്ന പോലെ അങ്ങനെ കുറേ നേരം ഇങ്ങനെ ഹാർഡായിട്ട് ഇത് വരുമൊന്നും വേണ്ട. ഇത് കുറച്ചൊന്ന് വറ്റി കഴിഞ്ഞാൽ പാലൊഴിച്ച് നല്ലോണം വറ്റിച്ച് എന്നിട്ട് അതിലേക്ക് കുറച്ച് കശുവണ്ടി എടുത്ത് നെയ്യ് ഒഴിച്ച് ആ നെയ്യിലാണ് കശുവണ്ടി വറുത്തത്. എന്നിട്ട് ആ നെയ്യ് കൊടുക്കുന്നതാണ് നമ്മൾ ഈ ക്യാരറ്റിലേക്ക് ഒഴിക്കണത്. എന്നിട്ട് നല്ലോണം നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അതൊരു വിധം വറ്റാറായപ്പോൾ ഒരു 5-6 ഏലക്ക എടുത്ത് നമ്മൾ കുത്തി പൊടിച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിപ്പോൾ നല്ലോണം അങ്ങനെ വറ്റി വരുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണിത്. മക്കൾ സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോൾ ഇതുണ്ടാക്കി വെച്ചാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാവും. കുട്ടികൾക്കാവുമ്പോൾ ഒന്നുകൂടി മധുരമൊക്കെ ഇടാം കേട്ടോ. നമുക്കായതുകൊണ്ട് കുറച്ച് മധുരം ഇട്ടിട്ടുള്ളത്, അധികം മധുരമില്ല. മക്കൾക്കാവുമ്പോൾ ഒരു കുറച്ചുകൂടി മധുരം ഇട്ട് കഴിഞ്ഞാൽ നല്ല മധുരത്തോടു കൂടി ഇത് കഴിക്കുമ്പോഴാണ് ടേസ്റ്റ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതിലേക്ക് വേറെ ഒന്നും വേണ്ട. ക്യാരറ്റും പാലും കശുവണ്ടിയും ഏലക്ക അത്ര തന്നെ, പഞ്ചസാരയും അത്ര തന്നെ വേണ്ടുള്ളൂ. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. പറയണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ. അസ്സലാമു അലൈക്കും.